व्रज जनरंजन यशोदानंदन व्रज जनरंजन यमुना तीरा वनचारी यमुना तीरा वनचारी जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बल जय कृष्ण बलराम जय गौरानिताय जय गौरानिताय गौरानिताय जय गौरानिताय निताय गौर हरि बोल हरि बोल निताय गौर हरि बोल निताय गौर हरि बोल हरि बोल निताय गौर हरि बोल जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम तत्सत् हरे कृष्ണ എല്ലാവർക്കും മറ്റൊരു ഭാഗവതം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നമ്മൾ ഭാഗവതമാണ് ചർച്ച ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 10 10ാമത്തെ സ്കന്ധത്തിലെ 22ാമത്തെ അധ്യായത്തിലെ 35ാമത്തെ ശ്ലോകം. ശ്ലോകം 35. ഏതാവജ്ജന്മ സാഫല്യം ദേഹിനാമിഹ ദേഹിഷു പ്രാണേരർദ്ധേർധിയാ വാച ശ്രേയാ ആചരണം സദാ. ഏതാവജ്ജന്മ സാഫല്യം ദേഹിനാമിഹ ദേഹിഷു പ്രാണേരർദ്ധേർധിയാ വാച ശ്രേയാ ആചരണം സദാ. ഏതാവജ്ജന്മ സാഫല്യം ഏതാവജ്ജന്മ സാഫല്യം ദേഹിനാമിഹ ദേഹിഷു പ്രാണേരർത്ഥേർധിയാ വാച ശ്രേയാ ആചരണം സദാ. വിവർത്തനം. ജയശ്രീ പ്രഭുപാദ് കി ജയ്. സ്വജീവനും സമ്പത്തും ബുദ്ധിയും വാക്കും കൊണ്ട് അന്യർക്ക് നന്മ വരുത്തുന്ന സൽപ്രവൃത്തികൾ ചെയ്യുക എന്നത് എല്ലാ ജീവജാലങ്ങളുടെയും കടമയാണ്. ഓമജ്ഞാനത്തിമിരാന്തസ്യ ചക്ഷുരന്മേൽ ശ്രീ ഗുരുവേ നമഃ. ഓം വിഷ്ണുപദായ നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരത്തിന്റെ വിശ്വസിക്കുന്ന ജയ ശ്രീകൃഷ്ണ ചൈതന്യ ഗൗരവ. ഹരേ കൃഷ്ണ. പ്രഭു സ്കന്ധം 10 അധ്യായം 22 ശ്ലോകം 35. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏതാവാ ജന്മ സാഫല്യം. അല്ലെ, നമ്മളെല്ലാവരും അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. ഏതാവാ ജന്മ സാഫല്യം, ജന്മ സാഫല്യത്തിന് വേണ്ടി അല്ലെ, നമ്മുടെ ജീവിതം വിജയകരമാക്കാൻ. പിന്നെയോ ദേഹിനാമിഹ ദേഹിഷു. 84 ലക്ഷം അല്ലെ നമ്മള് രാശികളാണ്, അല്ലെങ്കിൽ ജീവരാശികളാണ്.
ഇനം ജീവജാലങ്ങൾ, 84 ലക്ഷം ജീവജാലങ്ങൾ. അതിൽ നിന്ന് ഈ നാഗരിക ജീവിതത്തെ, പ്രത്യേകിച്ച് വേറെ നിയമങ്ങൾ പിന്തുടരുന്നവരെ, അവരെ ആര്യന്മാർ അല്ലെങ്കിൽ വികസിത നാഗരികത വ്യക്തികൾ എന്ന് വിളിക്കുന്നു. അതിനാൽ നിരവധി പരിണാമ പ്രക്രിയകൾക്ക് ശേഷമാണ് ഒരു മനുഷ്യ ജന്മം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ പറഞ്ഞത് എന്താണ്, ബഹുനാം ജന്മനാം അന്തേ, ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് അന്തേ എന്ത് കിട്ടുന്നത്, ഒരു മനുഷ്യ ജന്മം കിട്ടുന്നത്. ലദ്ഭവ സുദുർലഭം ഇതം ബഹുനാം ജന്മനാമം. അല്ലേ, നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ വെറുതെ എപ്പോഴും കിട്ടുന്നത് പോലെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എപ്പോ വേണമെങ്കിലും ഇപ്പൊ അടുത്ത ജന്മം മനുഷ്യജന്മം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ വ്യാമോഹിച്ച് നടക്കുന്നത്. ഒരിക്കലും അല്ല. ഇനി എന്തെല്ലാം ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അവസാനമാണ് നമുക്ക് എന്താ കിട്ടുക, പിന്നെ ഒരു മനുഷ്യജന്മം കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയാം, ദേഹിനാം ഇഹ ദേഹിഷു, എല്ലാ ശരീരാത്മാക്കളുടെയും ഈ മൂർത്തമായ ആത്മാവ്, ഈ മനുഷ്യരൂപം മുക്തിക്കായി ഉദ്ദേശിച്ചുള്ളതാണ്. ആവർത്തിച്ചുള്ള ദ്വിശൃംഖലയിൽ നാം കുടുങ്ങിക്കിടക്കുകയാണ്. അല്ലെ, വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും, വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ നമ്മൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്നാണ് പ്രോബ്ലം. മരണവും വാർദ്ധക്യവും രോഗവും. പക്ഷെ നമ്മൾ ഇതുവരെ മടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് മടുപ്പില്ല അല്ലെ, ഇനിയും ജനിക്കണം. ശരി, നമുക്ക് ഇങ്ങനെ തന്നെ പോകാം എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ അത് യഥാർത്ഥത്തിൽ അറിവിന്റെ പുരോഗതിയാണ്. നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, നമ്മൾ മൂഢന്മാരായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. ബുദ്ധിമാന്മാർ എന്ത് ചിന്തിക്കും, മതി ഈ മനുഷ്യജന്മത്തോടുകൂടി, ഈ ജന്മത്തോടുകൂടി നമുക്ക് ഇതെല്ലാം വെച്ച് നിർത്താൻ, എന്നിട്ട് നമുക്ക് തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകുമെന്നാണ് ബുദ്ധിയുള്ളവർ, നമ്മളെല്ലാവരും വിചാരിക്കും. അല്ലെ, ബുദ്ധിയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും. അല്ലെ, അപ്പോ എന്താണ് ഇവിടെ തന്നെ വീണ്ടും വീണ്ടും ജനിക്കാന്ന് പറയുന്നത് എന്താണ്, അത് അറിവില്ലായ്മയാണ്. ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നിവയുടെ ഈ ആവർത്തനം തടയാൻ ഒരു മാർഗമുണ്ട്. അതുകൊണ്ട് ഈ യുഗത്തിൽ, ഈ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ കുരുക്കിൽ നിന്ന് കരകയറാൻ നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നു. അല്ലെ, അതിനുവേണ്ടിയാണ് ഭഗവാൻ ഈ മനുഷ്യജന്മം നമുക്ക് തന്നത്. അതാണ് ഈ മനുഷ്യജന്മത്തിന്റെ പ്രത്യേക ധർമ്മം. ദേഹിനാമിക ദേഹിഷു. അല്ലെ, ധാരാളം ദേഹികളുണ്ട്. ദേഹിസ് എന്നാൽ ഈ ഭൗതിക ശരീരത്തെ സ്വീകരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അവനെ ദേഹി എന്ന് വിളിക്കും. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. അല്ലെ, നമ്മൾ എന്താണ്, കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്രത ന മുഹ്യതി. രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നു, ദേഹിനാമിഹ ദേഹിഷു. അതിനാൽ ദേഹി എന്നാൽ ഞാൻ ഈ ശരീരമല്ല. അല്ലെ, പക്ഷെ ഞാൻ ഈ ശരീരം സ്വീകരിച്ചു. നമ്മളെ ഓരോ ഉടുപ്പ് മാറുന്നത് പോലെ അല്ലെ, നമ്മൾ ഇന്ന് രാവിലെ ഒരു ഉടുപ്പ് എടുക്കുന്നു, ഇന്നലെ വേറെ ഉടുപ്പായിരുന്നു, നാളെ രാവിലെ വേറൊരു ഉടുപ്പിടും. അല്ലെ, ആ ഉടുപ്പ് മാറുന്നവരെ നമ്മൾ ശരീരം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെയൊക്കെ എല്ലാവരുടെയും ആഗ്രഹം അനുസരിച്ച്. അല്ലെ, മനുഷ്യ ശരീരം തന്നെ വേണമെന്നില്ല. നമ്മൾ ചില ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് വേറെ ജന്മങ്ങൾ, വേറെ ശരീരങ്ങൾ വേണം. 84 ലക്ഷത്തിൽ നമ്മൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കേണ്ടി വരും. അല്ലെ, നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി. അല്ലെ, അപ്പോ നമ്മുടെ കർമ്മം അനുസരിച്ച്, നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ഒരു പ്രത്യേക തരം ശരീരം നമ്മൾ സ്വീകരിക്കും. ആ ശരീരം അനുസരിച്ച് പലതരം വേദനകൾക്കും സുഖങ്ങൾക്കും വിധേയനാണ്. അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് ആ പ്രക്രിയ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെ, കോടി ജന്മങ്ങളായി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അറിയുന്നില്ല എന്തുമാത്രം ജന്മം നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ലെ, ഇവിടെ ഇരിക്കുന്ന ആർക്കൊക്കെ അറിയാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്തുമാത്രം, കഴിഞ്ഞ ജന്മം ഏതായിരുന്നു, അല്ലെ, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ജന്മം എന്തായിരുന്നു, എത്രമാത്രം ജന്മം നമ്മൾ എടുത്തിട്ടുണ്ട്, നമുക്ക് ആരെങ്കിലും അറിഞ്ഞൂടാ. അല്ലെ, നമുക്കതൊന്നും ഓർമ്മയില്ല. നമുക്കതൊന്നും ഓർമ്മിക്കാനുള്ള ത്രാണിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭാഗവതം പറയുന്നത്, പ്രത്യേകിച്ച് ഈ ശരീരത്തിൽ അത് എല്ലാവരുടെയും കടമയാണ്. ശ്രേയ ആചരണം. ശ്രേയ ആചരണം നമ്മൾ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രേയ ആചരണം വേദസാഹിത്യത്തിൽ 2 പദങ്ങളുണ്ട്, ശ്രേയ പ്രേയ. അല്ലെ, എന്താണ്, സാധാരണ പോലെ എല്ലാവരും ഇന്ദ്രിയ പ്രീതിക്കായി എന്തെങ്കിലും കർമ്മകളിൽ ഏർപ്പെട്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കും. അല്ലെ, എന്തിനു വേണ്ടി, ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടി, ഇന്ദ്രിയ ആസ്വാദനത്തിന്. ഓരോരുത്തരും അവരവരുടെ ഇച്ഛാ നിലവാരത്തിനനുസരിച്ച് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഠിനമായി പരിശ്രമിക്കും. അതിനാൽ അതിനെ പ്രേയ അല്ലെ എന്ന് വിളിക്കും. അപ്പൊ നമ്മള് ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതൊക്കെ പ്രേയാണ്. അല്ലെ, അപ്പൊ ശ്രേയ എന്താണ്, ഭഗവാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് ശ്രേയ. കുട്ടികളെ പോലെ അവർക്ക് കളിക്കാൻ ഇഷ്ടമാണ്, അതാണ് പ്രേയ. എന്നാൽ നമ്മളിപ്പോ രക്ഷകർത്താക്കൾ എന്ത് ചെയ്യും, എപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ട് നടന്നാൽ മതിയോ, നീ പഠിക്കണ്ടേ, നിനക്ക് നല്ലവനാവണ്ടേ, നല്ല വലുതാവണ്ടേ, ഡോക്ടർ ആവണ്ടേ, എഞ്ചിനീയർ ആവണ്ടേ എന്നൊക്കെ പറയില്ലേ. ഭാവിക്ക് വേണ്ടി, ഭാവി ജീവിതത്തിന് വേണ്ടി വിദ്യാഭ്യാസം അല്ലെ അതിന് ആവശ്യമാണ്.
അത് ശ്രേയാണ്. അതായത് അതാണ് ഇതാണ് താൽക്കാലികമല്ല. അത് ഇതാണ് ഉള്ള കാലത്തേക്ക് വേണ്ടിയാണ്. ആ ബാക്കിയുള്ള ജീവിതം മുഴുവൻ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് രക്ഷകർത്താക്കൾ അങ്ങനെ പറയുന്നത്. അത് ശ്രേയ, അല്ലെ? ശാശ്വതമായിട്ട്. അതുകൊണ്ട് ഈ ജന്മത്തിൽ നാം എന്താണ് പ്രയത്നോ പെട്ടെന്നുള്ള പ്രയോജനത്തിനോ ഇന്ദ്രിയ പ്രീതിയുടെ ഉടനടി ലക്ഷ്യത്തിനോ വേണ്ടി ആയിരിക്കരുത് എന്ന് ഭാഗവതം പറയും. നാം ചിന്താകുലരായിരിക്കണം. ഞാൻ എന്തിനാണ് ഞാൻ ഈ ഭൗതിക ജീവിത അവസ്ഥകളിൽ അകപ്പെടുന്നത്? അതിൽ നിന്ന് കരകയറാൻ എന്താണ് വഴി? അതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ അത് വേണം ചിന്തിക്കാൻ. അതാണ് ശ്രേയ ആചരണം എന്ന് വിദ്വാൻമാർ പറയും, അല്ലെ? ഭഗവാന്റെ നാമത്തിലേക്ക് നമുക്ക് എങ്ങനെ തുച്ചു പോവാം? ഭഗവാനെ എങ്ങനെ നമുക്ക് നന്നായിട്ട് സേവ ചെയ്യാം, അല്ലെ? ഭഗവാനെ എങ്ങനെ സന്തോഷിപ്പിക്കാം? പ്രേയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, അതിനാണ് പ്രേയ. അത് നമുക്ക് വേണ്ട. അത് നമ്മൾ കുറച്ചിട്ട് എന്ത് ചെയ്യണം? ശ്രേയ കൂട്ടണം, അല്ലെ? അപ്പോ അതിനാല് ആളുകള്, മനുഷ്യജീവികള് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി മനുഷ്യരൂപത്തിലുള്ള ജീവിതത്തിൽ ഏർപ്പെടണം. ഇതാണ് ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു. നമ്മൾ അറിയാത്തത് ഇന്നത്തെ വിധു സ്വാർത്ഥഗതിയും ഹി വിഷ്ണു. ബാഹ്യശക്തിയായ മായയിൽ ആകർഷരായി നാം നമ്മുടെ താല്പര്യം മറന്നു, ഭഗവാന്റെ താല്പര്യം മറന്നു, അല്ലെ? നമ്മൾ വ്യത്യസ്ത താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. അത് പ്രേയാണ്, അല്ലെ? ശ്രേയ വിഷ്ണു അല്ലെങ്കിൽ ഭഗവാന് വേണ്ടിയുള്ളത്. പ്രാണേരർത്ഥേർ ധിയാ വാച ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അല്ലെ? ഈ മഹത്തായ പ്രസ്ഥാനമായ കൃഷ്ണാപൂരത്തിനായി ആരെങ്കിലും തന്റെ ജീവിതം സമർപ്പിക്കണം. ഒരാൾക്ക് തന്റെ ജീവിതം സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ തന്റെ അല്ലെങ്കിൽ സമ്പത്തെങ്കിലും കഴിയുന്നിടത്തോളം സമർപ്പിക്കണം, അല്ലെ? നമ്മുടെ ഗോസ്വാമി പറഞ്ഞ എന്താണ്? രൂപ ഗോസ്വാമി എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ വരുമാനത്തിന്റെ 50% നമ്മൾ ഭഗവാന് വേണ്ടി ത്യജിക്കണമെന്നാണ്. ഭഗവാന് വേണ്ടി കൊടുക്കണം, ഭഗവാന് വേണ്ടി ചെലവഴിക്കണം. ആരും ഇറങ്ങി ഓടണ്ട, അല്ലെ? ഗോസ്വാമി രൂപ ഗോസ്വാമി അത് ചെയ്തു, അല്ലെ? രൂപ ഗോസ്വാമി നമുക്ക് പറഞ്ഞു തന്നത്, അത് കാണിച്ചു. ബാക്കി 50% എന്ത് ചെയ്യണം? 25% ബന്ധുക്കൾക്കും 25% സ്വന്തം ആവശ്യത്തിനും മാറ്റിവെക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 50% വരെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന് വേണ്ടി ത്യജിക്കണം, ഭഗവാന് കൊടുക്കും. കാരണം ഇതെല്ലാം ഭഗവാന്റെയാണ്, അല്ലെ? അപ്പൊ നമുക്ക് 50% ഭഗവാന് കൊടുത്താൽ എന്താ കുഴപ്പം, അല്ലേ? ഇവിടെ നമുക്കിപ്പോ ഒരു മാസം എന്താണ് 5 ലക്ഷം രൂപയോ 5 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ എന്നുള്ളതല്ല ചോദിച്ചത്. 5 രൂപയാണ് വരുമാനം ഉണ്ടെങ്കിലും അതിൽ 2000 രൂപ ഭഗവാൻ. നമ്മുടെ സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗം നമ്മൾ പരമാത്മാവിന് വേണ്ടി സമർപ്പിക്കണം, അല്ലേ? നമ്മള് എന്ത് വാങ്ങിച്ചാലും ഇപ്പൊ ഭൗതികമായിട്ട് നമ്മൾ എന്ത് വാങ്ങിയാലും നമ്മൾ അതിൽ ടാക്സ് കൊടുക്കുന്നു, അല്ലെ? അതായത് ഗവൺമെന്റ് നമ്മളിൽ നിന്ന് ടാക്സ് ഈടാക്കുന്നു, അല്ലേ? അപ്പോ ഭഗവാൻ തരുന്നതിനും നമുക്ക് ടാക്സ് കൊടുക്കണ്ടേ, അല്ലേ? തീർച്ചയായിട്ടും, അല്ലെ? നമ്മൾ രാവിലെ ആകുമ്പോൾ എന്തുമാത്രം ഓക്സിജനാണ് ശ്വസിക്കുന്നത്. ഇതൊക്കെ ആരാ തന്നത്? ഭഗവാനാണ് തന്നത്, അല്ലെ? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വെള്ളിട്ടിറങ്ങുമ്പോൾ സൂര്യപ്രകാശമുണ്ട്. പ്രകാശം അല്ലെങ്കിൽ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കില്ല, മരിച്ചു, അല്ലേ? രാത്രി ചന്ദ്രപ്രകാശമുണ്ട്. അതൊക്കെ കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപയോഗമാണുള്ളത്, അല്ലേ? വെള്ളം കിട്ടുന്നു, നമുക്ക് ഭൂമിയിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത്, അല്ലേ? അതാരാ തരുന്നത്? എല്ലാം ഭഗവാനാണ് തരുന്നത്. നമ്മൾ അതിനൊക്കെ ടാക്സ് കൊടുക്കുന്നുണ്ടോ, ഇല്ലേ? ഇപ്പൊ ഭഗവാൻ വേണമെങ്കിൽ നമ്മളിന്ന് ടാക്സ് വാങ്ങിക്കാനുള്ള എല്ലാ അവകാശവും. കാര്യം എന്താണ്? ഭഗവാൻ നമുക്ക് എല്ലാം കാര്യം തരുന്നുണ്ട്, അല്ലേ? ഏത് സർക്കാരാണ് ഇവിടെ വായു സപ്ലൈ ചെയ്യുന്നത്? ഏത് സർക്കാരാണ് ഇവിടെ സൂര്യപ്രകാശം സപ്ലൈ ചെയ്യുന്നത്? ഇല്ല. പക്ഷെ ഇതെല്ലാം തരുന്ന ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. സൂര്യപ്രകാശവും ചന്ദ്രപ്രകാശവും വായുവും, അല്ലെ? ഭക്ഷണവും എല്ലാം ആരാ തരുന്നത്? ഭഗവാനാണ് തരുന്നത്. നിത്യോ നിത്യാനാം ചേതനശ്ചേതനാനാം ഏകോ ബഹുനാം യോ വിദദാതി കാമാൻ, അല്ലെ? കഠോപനിഷത്ത് പറയുന്നുണ്ട്. കൃഷ്ണൻ ഭഗവാൻ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയാണ്, അല്ലെ? അപ്പൊ പിന്നെ നമ്മൾ ഒരു ഇച്ചിരി നികുതി തിരിച്ചു കൊടുക്കണ്ടേ? അതാണ് ഇവിടെ ഗോസ്വാമി പറഞ്ഞത്, രൂപ ഗോസ്വാമി പറഞ്ഞത്. എന്താണ്? നമ്മൾ 50% ഭഗവാന് വേണ്ടി മാറ്റിവെക്കണം, അല്ലെ? ഭഗവാൻ വിതരണം ചെയ്യുക മാത്രമല്ല, അല്ലെ? ഭഗവാൻ നമ്മളോട് യാചിക്കുകയും ചെയ്യും. ബലി മഹാരാജാവ്, അല്ലെ? ബലി മഹാരാജാവിനോട് യാചകനായി ഭഗവാൻ മാറി, അല്ലെ? വാമന രൂപത്തിൽ വന്നിട്ട് യാചിക്കുകയാണ്. ഒരു 3 അടി മണ്ണ് എനിക്ക് തരണമെന്ന് യാചിക്കുകയാണ്. അപ്പോ ഭഗവാൻ നമ്മുടെ ഫ്രണ്ടിൽ എല്ലാവരുടെ ഫ്രണ്ടിൽ വന്ന് കൈകൂപ്പി നിന്ന് യാചിക്കുകയാണ്, നിങ്ങൾ എനിക്ക് തരാനുള്ളത് തരൂ, അല്ലെ? ബലി മഹാരാജാണെങ്കിൽ 3 ലോകവും കീഴടക്കിയ ആളാണ്.
എല്ലാ ദേവന്മാരും വളരെ അസ്വസ്ഥരായി അല്ലെ. അതിനാൽ ഭഗവാൻ കൃഷ്ണൻ വാമനദേവനായി ഒരു യാചകനായി ബലി മഹാരാജാവിന്റെ അടുത്തേക്ക് പോയി. മഹാരാജ, നീ വളരെ ദാനശീലനാണ്, എനിക്ക് 3 അടി ഭൂമി തരണം എന്നാണ് ആര് പറഞ്ഞത്? വാമന രൂപത്തിലുള്ള ഭഗവാൻ കൃഷ്ണൻ ബലി മഹാരാജനോട് യാചിച്ചത്. അല്ലെ. അതിനാൽ ഭഗവാൻ എല്ലാവരുടെയും പരിപാലകനാണെങ്കിലും ചിലപ്പോൾ ഭഗവാൻ ഒരു യാചകന്റെ ഭാവവും എടുക്കും. പക്ഷെ യാചകനാണോ? അല്ല. എന്നാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനം ചെയ്യണമെന്ന് അപേക്ഷിക്കും. അല്ലെ. ആര് ദാനം ചെയ്യുന്നുവോ അവന് പ്രയോജനം. ബലി മഹാരാജാവിനെ പോലെ വാമനദേവന് എല്ലാം നൽകി. അല്ലെ. സർവാത്മാ സ്നപനം. വ്യത്യസ്ത ഭക്തരുണ്ട് ഈ 9 തരത്തിലുള്ള ഭക്തി സേവനം. അല്ലെ. ഏതൊക്കെയാണ് 9 തരത്തിലുള്ള ഭക്തി സേവനം? നവവിധ ഭക്തി: ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അല്ലെ. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് 7ാമത്തെ സ്കന്ധത്തിൽ പറയുന്നത്. അങ്ങനെ ബലി മഹാരാജാവ് പങ്കെടുത്തു. അല്ലെ. അവൻ ആത്മനിവേദനം നട്ടുവളർത്തി തനിക്കുള്ളതെല്ലാം കൃഷ്ണന് നൽകി. അപ്പൊ ബലി മഹാരാജ് ആത്മനിവേദനത്തിന്റെ ഉദാഹരണം ആരാണ്? ബലി മഹാരാജാണ്. അല്ലെ. നമ്മളെല്ലാവരുടെയും ഉദാഹരണം പറയുമ്പോൾ ആത്മനിവേദനത്തിൽ നമ്മൾ ബലി മഹാരാജാനാണ് ശാസ്ത്രം പറയുന്നത്, അല്ലെങ്കിൽ വേദങ്ങളെ നിഷ്കർഷിക്കും. അല്ലെ. അതിനാൽ പ്രാണേരർദ്ധയിൽ പിന്നെ ഭഗവാൻ പറയുന്നു, യത് കരോഷി യത് ജുഹോസി ദദാതി യത്. ഓരോരുത്തർക്കും ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. എല്ലാവരും, ഒരു പക്ഷേ നമ്മളെ എല്ലാവരും ബിസിനസ്സുകാരാണ് വെച്ചോളൂ, നമുക്ക് ചാരിറ്റിക്ക് ഒരു പ്രത്യേക ഫണ്ട് ലഭിക്കും. അത് എല്ലാവരുടെയും സ്വാഭാവികമായ ദാനം ചെയ്യണം. കൃഷ്ണൻ പറയുന്നു, യത് കരോഷി യത് ജുഹോഷി യത് അശ്നാസി ദദാതി യത്. അല്ലെ. കരിഷേ മത് ദർപ്പണം. നമ്മൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കണം? അത് ഭഗവാന് കൊടുക്കണം. ഭഗവാന് വേണ്ടി ദാനം ചെയ്യണം. അതിനാൽ ഇതാ ഒരു അവസരം. കൃഷ്ണാപുര പ്രസ്ഥാനം. അല്ലെ. പ്രാണേർ അർത്ഥേർ ദിയാ വാച. ആരെങ്കിലും തന്റെ ജീവിതം സമർപ്പിക്കണം. ആരെങ്കിലും തന്റെ ഏറ്റവും മികച്ച കഴിവിന് ദാനം ചെയ്യണം. അയാൾക്ക് ജീവിതം സമർപ്പിക്കാനോ തന്റെ സമ്പത്തും പണവും ദാനധർമ്മത്തിന് നൽകാനോ സാധ്യതയില്ലെങ്കിൽ പ്രാണേർ അർത്ഥേർ ദിയ, അയാൾക്ക് തന്റെ ബുദ്ധി നൽകാൻ കഴിയും. അല്ലെ. ആത്യന്തികമായി അവന് തന്റെ വാക്കുകളും നൽകാൻ കഴിയും. അതിനാൽ ഈ പ്രസ്ഥാനം, ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം വളരെ പ്രധാനപ്പെട്ട പ്രസ്ഥാനം. അതിനാൽ ആരെങ്കിലും തന്റെ ജീവിതം സമർപ്പിക്കണം, ആരെങ്കിലും തന്റെ സമ്പത്ത് സമർപ്പിക്കണം, ആരെങ്കിലും തന്റെ ബുദ്ധിയെ സമർപ്പിക്കണം, ആരെങ്കിലും തന്റെ വാക്കുകൾ സമർപ്പിക്കണം. അതായത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഭഗവാനെ സേവിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെ. ഈ വരികളിൽ കൂടെ പറഞ്ഞത് എന്താണ്? ഏതു വിധേന. ഇപ്പൊ ചിലർ പറയും, എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എന്റെ പണമില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ ഭഗവാനെ സേവിക്കാൻ പറ്റും? അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. അല്ലെ. പണമുള്ളവർ പണം കൊടുത്തോട്ടെ, ബുദ്ധിയുള്ളവർ ബുദ്ധി കൊടുക്കണമെന്ന് ഇവിടെ പറഞ്ഞില്ലേ? അതായത് എന്താണ്? യാരേക്കോ താരേക്കോ കൃഷ്ണ ഉപദേശ്. അല്ലെ. രാവിലെ അമ്പലത്തിൽ എന്തുമാത്രം ആൾക്കാരാണ് വരുന്നത്? പല നാനാ ദിക്കുകളിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരോടൊക്കെ പോയി ഇത് ആരാ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഭഗവാനെ കുറിച്ച് പറയണം. അല്ലെ. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറയണം. അല്ലെ. യാരേക്കോ താരേക്കോ കൃഷ്ണ ഉപദേശ്. ബുദ്ധിയുള്ളവർക്ക് എന്തുകൊണ്ട് അത് പറഞ്ഞുകൂടാ? നമുക്കത് പറയാനുള്ള, നമുക്ക് എല്ലാവർക്കും വാക് സാമർഥ്യമുണ്ട്. അല്ലെ. എല്ലാവർക്കും ഉണ്ട്. നമ്മളത് ഉപയോഗിച്ചാണ് അത് നന്നാക്കേണ്ടത്. എല്ലാവരും ആദ്യമേ ഇങ്ങനെ ഭയങ്കര ലെക്ചർ ഒന്നും കൊടുക്കാനും പറ്റില്ല. അല്ലെ. അത് ഇങ്ങനെ ചെയ്ത് ബൈ പ്രാക്ടീസ് എവറിത്തിങ് ഈസ് ഓക്കെ. അല്ലെ. നമുക്കത് വരും. ഞാൻ എന്ത് പറയും, എനിക്ക് എങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റും എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അത് തെറ്റായ ധാരണയാണ്. നമ്മൾ ശ്രമിച്ച് ആ കസേരയിൽ നിന്ന് ഇരുന്ന് നോക്കൂ, അപ്പൊ അറിയാൻ പറ്റും എന്ത് വ്യത്യാസം. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ വരെ നമ്മുടെ മനസ്സിൽ വരും. എവിടെയോ എന്നോ കേട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. അതിനനുസരിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യമൊക്കെ 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ വിൽക്കും. പക്ഷെ അത് കഴിയുമ്പോൾ എല്ലാം ക്ലിയർ ആയിക്കോളും. മനസ്സിലായില്ലേ? ഈ മുമ്പേ ഇരിക്കുന്നവർക്കും അറിയാം നമ്മൾ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. അവരത് ക്ഷമിച്ചോളും. നമ്മൾ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വി ഷുഡ് ടേക്ക് ദ എൻഡ്. നമ്മൾ ആ ഒരു മുന്നോട്ട് വരാനുള്ള ധൈര്യം കാണിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നമുക്ക് എന്തുണ്ടോ അത് നമുക്ക് ഭഗവാനെ അർപ്പിക്കാം. അല്ലേ. അതായത് പൈസ ഉണ്ടെങ്കിൽ പൈസ കൊടുക്കാം. വാക്കുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ കൃഷ്ണാബോധത്തിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് ചെയ്യാം. അതല്ല, മലക്കറി അരിയാനാണ് നമുക്ക് വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ നമുക്ക് പോയി മലക്കറി അരിഞ്ഞു കൊടുക്കാം ഭഗവാൻ. അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മുടെ പ്രോഗ്രാം നടക്കുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെ പാകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഒന്നും വേണ്ട, പാത്രം വൃത്തിയാക്കി കൊടുക്കാം. വിളക്കുകളൊക്കെ ഒന്ന് വെളുപ്പിച്ചു കൊടുക്കാം. അല്ലെ. അവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള കസേര ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ആർക്കാ ചെയ്യാൻ പറ്റാത്തത്? അല്ലെ. അതിന് പ്രത്യേകിച്ച് പണമോ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. നമ്മുടെ മനസ്സാണ്, എനിക്ക് ഭഗവാനെ സേവിക്കണം. ഒന്നും വേണ്ട. ഈ വഴിയെ പോകുമ്പോൾ അങ്ങനെ നടന്നു വരുമ്പോ, അമ്പലത്തിലേക്ക് നടന്നു വരുമ്പോ ഈ റോഡിൽ നിൽക്കുന്ന പൂക്കളുണ്ടല്ലോ, ഓരോരുത്തരും വീട്ടിൽ നട്ടു വളർത്തുന്നതായിരിക്കും, അത് ഇതൊക്കെ പറിക്കാം.
അല്ലേ? അവർക്കും പുണ്യം കിട്ടേണ്ടതല്ലേ? അവരെ കൊണ്ട് കൊടുക്കുന്നത് നമ്മളെങ്കിലും പറിച്ചു കൊണ്ട് കെട്ടിക്കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് ആ പുണ്യം അവർക്കും കൂടെ കിട്ടണം, അല്ലേ? അപ്പൊ നമുക്ക് എന്തെല്ലാം സേവ ഏതെല്ലാം വഴിക്ക് ചെയ്യാമെന്നറിയോ? നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേനും നമ്മുടെ കുട്ട നിറയെ ഇഷ്ടംപോലെ പോവാണ്. അതെല്ലാം അവിടെ ഒരു 15 മിനിറ്റ് അവിടെ ഇരുന്ന് കെട്ടി ഭഗവാന് ചാർത്താനൊരു ശ്രമം, അല്ലേ? ഭഗവാൻ ഹാപ്പിയാണ്. പത്രം പുഷ്പം ഫലം തോയോ എന്നാണ് പറഞ്ഞത്. ഒരു പുഷ്പം നിങ്ങൾ തന്നാൽ മതി ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പൊ നമ്മളൊരു മാല തന്നെ കെട്ടിക്കൊടുത്താലുള്ള സ്ഥിതി എന്തുവായിരിക്കും? ഭഗവാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്, അല്ലേ? നമ്മളെ കൈകൊണ്ട് കെട്ടിയ മാലയാണ് ഭഗവാന്റെ പുറത്ത് ചാർത്തിയിരിക്കുന്നത്, പുറത്തിട്ടിരിക്കുന്നത്. നോക്കൂ, അല്ലേ? എന്തുമാത്രം ഭാഗ്യം ചെയ്യണം നമ്മൾ അതിനു വേണ്ടി. ആർക്കാണ് ആ ഭാഗ്യം കിട്ടുക? വളരെ തുച്ഛം കുറച്ച് ആൾക്കാർക്കുമാണ് ആ ഭാഗ്യം കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി ശ്രമിക്കണം. എനിക്കത് കഴിയും, എനിക്ക് മാല കെട്ടാൻ അറിയാം, എന്തുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല? എന്റെ ആ കഴിവ് ഭഗവാന്റെ സർവീസിൽ ഉപയോഗിക്കണം. അതാണ്. നമുക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള കഴിവുകളുണ്ട്. ചിലർക്ക് നന്നായിട്ട് പടം വരയ്ക്കാൻ അറിയാം, അല്ലേ? പടം വരയ്ക്കണം, ഭഗവാന്റെ പടങ്ങൾ വരയ്ക്കണം, അല്ലേ? അല്ലെങ്കിൽ അവിടെ പോയിട്ട് ആ ചുവരിലൊക്കെ പടം വരച്ചു വെക്കണം. അപ്പൊ ആൾക്കാർ വരുമ്പോ തൊഴും, അല്ലേ? അവർക്ക് അറിയാൻ പറ്റും ആ ഒരു ലീല. എന്തെല്ലാം ലീലകളുണ്ട്. ആ ലീലകളൊക്കെ സ്മരിക്കുന്ന രീതിയിൽ നമ്മളൊരു പടം വരച്ചുകൂടാ? എന്തുകൊണ്ട് വരച്ചുകൂടാ, അല്ലേ? ഓരോരുത്തർക്കും ഇപ്പോ ഗൗരി, അല്ലെ? നമ്മുടെ ഗൗരി മോളുണ്ട്. ആ ഒരു ഉദാഹരണം പറയാം, ബാക്കി ആരെയും മാറ്റി വയ്ക്കുകയല്ല. ഗൗരി മോൾ, ആ മോളും അച്ഛനും കൂടെ, അല്ലെ? നമ്മുടെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഈ പോസ്റ്ററൊക്കെ ചെയ്യുന്നുണ്ട്. എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വെറുതെ ഒരു കാര്യം എഴുതുമ്പോൾ എഴുതുന്നതിനേക്കാളും നല്ലത് ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ഒരു പടമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ എഫക്റ്റീവ് ആവും. നമുക്ക് അതിനെക്കുറിച്ച് ലിങ്ക് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെക്കുറിച്ച് സ്മരിക്കാൻ പറ്റും. ആ ഫോട്ടോ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും, അല്ലെ? വെറുതെ എഴുതി വെക്കുന്നതിനേക്കാൾ അത് അവർ വളരെ ഭംഗിയായിട്ട്, വളരെ എന്താണ് പ്രൊഫഷണൽ ആയിട്ട് അത് ചെയ്യുന്നു. അപ്പൊ അവർക്കതാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ആ ഒരു കഴിവുകൊണ്ട് അവരത് കൃഷ്ണബോധത്തിൽ ഉപയോഗിക്കുന്നു. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കഴിവുണ്ട്. അത് നമ്മൾ കൃഷ്ണബോധത്തിൽ ഉപയോഗിക്കുന്നു. ചിലർക്ക് കീർത്തനം ചെയ്യാനായിട്ട് ഒരുപാട് താല്പര്യമുണ്ട്, അവർക്ക് അതിനുള്ള കഴിവുണ്ട്. നമ്മൾ അവിടെ നിന്ന് കീർത്തനം ചെയ്യാം, അപ്പൊ ബാക്കി എല്ലാവരും കൂടെ പാടും, അവർക്കും കൃഷ്ണബോധം കിട്ടുകയാണ്. മനസ്സിലായോ? അപ്പോ ആരെ നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യം? എല്ലാവർക്കും ഭഗവാൻ എന്തെങ്കിലുമൊക്കെ കഴിവ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെ? ആ കഴിവ് നമ്മൾ ഭഗവാന്റെ സേവയിലേക്ക് ഉപയോഗിക്കണമെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിനാൽ ഒരാൾക്ക് തന്റെ ജീവിതം സമർപ്പിക്കാൻ കഴിയില്ലെന്നോ പണമില്ലെന്നോ കരുതുക, അയാൾക്ക് നമുക്ക് കുറച്ച് ബുദ്ധി നൽകാൻ കഴിയും. അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ, നമ്മുടെ പദ്ധതി പ്രകാരം നമ്മുടെ കൃഷ്ണാബോധം, അല്ലേ, വളരണം. അതും സേവനമാണ്. ഇന്റലിജൻസ്. അയാൾക്ക് പണമില്ല, ബുദ്ധിയുമില്ല, ജീവിതം സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ നൽകും, അല്ലേ? നമ്മുടെ അമ്പലത്തിൽ ഒരാളുണ്ട്, ഒരു പ്രഭു ഉണ്ട്. ആ പ്രഭു പ്ലംബിങ്ങിന്റെ അഗ്രഗണ്യനാണ്. അപ്പൊ അമ്പലത്തിൽ എന്ത് പ്ലംബിങ്ങിന്റെ പ്രശ്നം വന്നാലും പുള്ളി രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ തന്നെ നിന്ന് അത് മുഴുവൻ ക്ലിയർ ആകും, അല്ലെ? നമ്മളെ മോട്ടറൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേടാവും, അല്ലെ? അത് പുള്ളി ശരിയാക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരന് ക്ലാസ് എടുക്കാൻ പറ്റില്ല, പുള്ളിക്ക് വേറെ ഒന്നും അറിയത്തില്ല, അല്ലേ? പക്ഷെ ഇത് പുള്ളി ഇലക്ട്രീഷ്യനാണ്. അദ്ദേഹം ഈ പണി മുഴുവൻ ചെയ്യും. ഇലക്ട്രീഷ്യനും ചെയ്യും, പ്ലംബിങ്ങിന്റെ ജോലിയും ചെയ്യും. മനസ്സിലായി? അപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ പ്രഭു വരും. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ ഭഗവാന്റെ സർവീസിലേക്ക് വേണ്ടി കംപ്ലീറ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളത് മനസ്സിലായി. അദ്ദേഹത്തിന് ഒരു വിശ്വനാഥ പ്രഭു, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ ഉള്ളതാണ്. പുള്ളി അവിടെ പോകാറില്ല. പുള്ളി രാവിലെ അമ്പലത്തിൽ വന്നത് എല്ലാ സേവയും ചെയ്യും. ഇഷ്ടംപോലെ പണിയാണ്. നമ്മൾ വിചാരിക്കും അവിടെ എന്ത് ചെയ്യാനില്ല, എല്ലാം അവിടെ റെഡിയായിട്ട് ചെന്ന് നോക്കുമ്പോ അറിയുള്ളൂ, ചെന്ന് തൊട്ടാ മതി, അപ്പൊ എല്ലാ സർവീസും. അപ്പൊ ആ മനസ്സാണ്, ഭയങ്കര മനസ്സാണ്. 78 വയസ്സെങ്ങാണ്ടായി, ഇപ്പോഴും നല്ല ചുറുചുറുക്കോടെ എല്ലാം ചെയ്യുന്നു. അതെന്താ കാര്യം? ഭഗവാന് വേണം അങ്ങനെ ഒരു ഭക്തനെ. അതുകൊണ്ടാണ് ഭക്തൻ അങ്ങനെ ആ ആരോഗ്യവും ഒക്കെ കൊടുക്കുന്നത്, ഇല്ലേ? ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. 18ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു. അതിനാൽ, അല്ലെ, നമ്മളെ കൃഷ്ണനെ കീഴടങ്ങണം, അല്ലെ? ദയവായി കൃഷ്ണന് കീഴടങ്ങും. ഒരു ചെലവുമില്ലാത്ത കാര്യം, എല്ലാം അവിടെ സമർപ്പിക്കുക, ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളൂ, അല്ലേ? നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, വരുന്നവരോടൊക്കെ പറയാ ദയവായി മഹാമന്ത്രം ജപിക്കുക. വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്താ കുഴപ്പം? ഒരു ചെലവുമില്ല, ഒരു നഷ്ടവും വരും. പക്ഷെയോ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രാണേർ അർത്ഥേർ ദിയ വാച ശ്രേയ ആചരണം സദാ എന്ന ശാസ്ത്രം നമുക്ക് സൂചന നൽകുന്നു, അല്ലേ? അപ്പൊ ഈ കൃഷ്ണാബോധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കും, അല്ലേ? ഈ പ്രസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇതിനകത്തുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് എങ്ങനെയെങ്കിലും വളർത്താനും
മറ്റുള്ളവരിൽ എത്തിക്കാനും നമ്മൾ വളരെയധികം ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കും. ഇത് മനുഷ്യ സമൂഹത്തിന് ജീവൻ നൽകുന്ന പ്രസ്ഥാനം. അതാണ് വസ്തുത, അതൊരു വാസ്തവമാണ്, അല്ലേ? ഇത് കെട്ടിച്ചമച്ച പ്രസ്ഥാനമല്ല. അതിന് അധികാരമുണ്ട്, ആധികാരികതയാണ്. ഭഗവാൻ എന്താ പറഞ്ഞത്? സർവധർമാൻ പരിത്യജ മാമേകം ശരണം. മാം ഏകം, അത് അണ്ടർലൈൻ ചെയ്യണം. ഏകം, അല്ലേ? മാം എല്ലാവരെയും എന്നല്ല പറഞ്ഞു, മാം ഏകം എന്നാണ് പറഞ്ഞത്, അല്ലേ? മാം ഏകം ശരണം വൃജ. ഇവിടെ എന്തുമാത്രം സ്ട്രെസ് ചെയ്താണ് ഭഗവാൻ പറയുന്നത്. അതോ ഇത്രയും ഈ 17 അധ്യായങ്ങൾ പറഞ്ഞിട്ട് അവസാനമാണ് അദ്ദേഹം അത് പറയുന്നത്, ഭഗവാൻ അത് പറയും, അല്ലേ? ഈ ലോകമെമ്പാടും ഈ തത്വചിന്ത നമ്മൾ പ്രചരിപ്പിക്കണം. യഥാർത്ഥത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭഗവാൻ കൃഷ്ണനിൽ പൂർണ്ണമായി കീഴടങ്ങിയ ഭക്തരെ നമുക്ക് ലഭിക്കുന്നതാണ്, അല്ലെ? ഒരുപാട് ആൾക്കാരുണ്ട്, എന്തുമാത്രം അമ്പലങ്ങളാണ്, അല്ലെ? എന്തുമാത്രം സ്ഥലങ്ങളാണ്, എവിടെയെല്ലാമാണ് കാര്യങ്ങൾ നടക്കുന്നത്, എവിടെയെല്ലാമാണ് ഇപ്പൊ കൃഷ്ണാബോധം വന്നിരിക്കുന്നത്, അല്ലെ? എന്താണ് നമുക്ക് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ മാത്രം കണ്ടിരുന്ന രഥോത്സവം ഈ ലോകമെമ്പാടുമായി, തിരുവനന്തപുരത്തുണ്ട്, കരുമനയുണ്ട്, കാട്ടാക്കടയുണ്ട്, അല്ലേ? കൊല്ലത്തുണ്ട്, അല്ലേ? അതെന്തുകൊണ്ട്? നമ്മളത് പ്രചരിപ്പിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും എന്താണ് ജഗന്നാഥ് ആരാണെന്നും ബലദേവ് ആരാണെന്നും സുഭദ്രമായി ആരാണെന്നും എല്ലാവർക്കും അറിയാം. പുരി ജഗന്നാഥിൽ പോയി കഴിഞ്ഞാൽ 3 രഥങ്ങളാണ്, അല്ലെ? അതെന്തുകൊണ്ട് സാധിച്ചു? ഈ പ്രസ്ഥാനമാണ് അതിന് വഴിയൊരുക്കിയത്. ശ്രീല പ്രഭുപാദാണ് അതിന് വഴിയൊരുക്കുന്നത്, അല്ലെ? നമ്മളെ പഠിപ്പിച്ചു എന്താണ് ഈ രഥോത്സവത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ചില ആൾക്കാർ അമ്പലത്തിൽ വരത്തില്ല, അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? വെളിയിലോട്ട് ഇറങ്ങി വന്ന് എല്ലാവരെയും കാണാം. പത്മനാഭസ്വാമി, അല്ലെ? ആദികർത്ത പ്രഭുവിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പത്മനാഭസ്വാമി വർഷത്തിൽ 2 പ്രാവശ്യം വെളിയിൽ ഇറങ്ങി വരുന്നത് എന്താണ്? ഇവിടെ ചില ആൾക്കാരുണ്ട്, അവരാരും എന്നെ കാണാൻ അങ്ങോട്ട് വരുന്നില്ല, എന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് അവർക്ക് മോക്ഷം കൊടുക്കാന്ന്. സോ മെർസിഫുൾ. അത്രയും കരുണാമയനാണ് ഭഗവാൻ. നീ എന്റെ അടുത്ത് വരുന്നില്ല, ഞാൻ നിന്റെ അടുത്തോട്ട് വരാം. ഭഗവാൻ നമ്മൾ ആരെങ്കിലും ചെയ്യുമോ? അവൻ ഭഗവാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ എന്റെ ധാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, അവൻ രക്ഷപ്പെടണം, അവൻ ഇവിടെ കഷ്ടപ്പെടുകയാണ്. ആ മൂടന് മനസ്സിലാവുന്നില്ല അവൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്, പക്ഷെ എനിക്കറിയാം അവൻ കഷ്ടപ്പെടുകയാണ്, അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭഗവാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുക. എന്തിന്? നമ്മളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുപോകാനുണ്ട്, അല്ലേ? ഈ വരുന്ന വഴിയിലൊക്കെ അവിടെ ഇറച്ചിവെട്ടുകാരാണ് കൂടുതൽ. അവർ ആ ഇറച്ചിവെട്ട് ഒരു നിമിഷം നിർത്തിയിട്ട് ഭഗവാൻ എന്തോന്ന് ഓടണം, ഇത്രയും പറഞ്ഞാൽ മതി. അവരൊന്നും മനസ്സിലായില്ലെങ്കിലും പോലും അറ്റ്ലീസ്റ്റ് ഭഗവാന്റെ ഒരു ദൃശ്യം, ഒരു മാത്ര ഭഗവാനെ കണ്ടു, ഭഗവാന്റെ രഥത്തിൽ ഇരിക്കുന്ന കണ്ടു, അല്ലേ? തീർന്നു, അവർ രക്ഷപ്പെട്ടു. അവർക്ക് അതിനുള്ള ബീജം കൊടുത്തു കഴിഞ്ഞു ഭഗവാൻ. അത് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ, അല്ലെ? മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണെന്നൊന്നും അവിടെ നോക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും കിട്ടും, അല്ലെ? അവൻ സുഖമായിട്ട് തിരിച്ചു ഗോലോകവൃന്ദാവൻ. അതിനുവേണ്ടിയാണ് ഭഗവാൻ വെളിയിലോട്ട് ഇറങ്ങി ഈ ആറാടാനായിട്ട് വരും, അല്ലെ? വർഷത്തിൽ 2 പ്രാവശ്യം വരും. അതുപോലെയാണ് പുരി ജഗന്നാഥ രഥയാത്ര, അല്ലെ? ഈ കോടിക്കണക്കിന് ആൾക്കാരാണ് അത് വീക്ഷിക്കുന്നത്. നേരെ അവിടെ പോയി രഥം വലിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അവസാനത്തെ ജന്മം എന്നാണ് പറയുന്നത്, അല്ലെ? രഥം വലിക്കാനുള്ള ഒരു അവസരം കിട്ടിയ ദയവ് ചെയ്ത് മാതാജിമാരും ആരും അതിനു വേണ്ടി ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിരിങ്ങി പോകും, അല്ലെ? നമ്മള് ആകെപ്പാട് ശ്വാസം മുട്ടിപ്പോ, അത്രയ്ക്ക് തിരക്കാണ്, ഒരു രക്ഷയില്ല, അല്ലേ? പ്രമുഖന്മാർക്ക് കുഴപ്പമില്ല, അവർ വലിച്ചു, അവരും കൂടെ അവർക്ക് വേണ്ടി മാതാജിമാർക്ക് വേണ്ടി വെച്ചോ, അല്ലേ? അവിടെ പോയി വലിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എന്താണ് സാഫല്യം നേടാനായിട്ട് ഒരു പ്രാവശ്യങ്ങൾ നമ്മള് ജഗന്നാഥ രഥയാത്ര കാണാൻ പോകും. കണ്ടിട്ട്, അല്ലേ, ആ രഥത്തിലൊന്ന് ആ കയറിലൊന്ന് തൊടാനെങ്കിലും ശ്രമിക്കണം, അല്ലേ? അവിടെ ആ രാജവീതിയിൽ ഒരു ഇച്ചിരി പൊടി വാരിയിട്ട് കഴിഞ്ഞാൽ താഴെ വീട്ടിൽ എല്ലാവരുടെ തലയിൽ ഇരിക്കത്തുള്ളൂ, അത്രയ്ക്ക് ആളാണ്. കണ്ടിട്ടുണ്ട് നിങ്ങൾ? അറ്റ്ലീസ്റ്റ് അവിടെ പോയി കണ്ടില്ലെങ്കിലും എന്താണ് യൂട്യൂബിലെങ്കിലും കണ്ടല്ലോ, അല്ലെ? ഇപ്പൊ തന്നെ അടിച്ചു നോക്കൂ, രഥയാത്ര ക്ലാസ് കഴിഞ്ഞിട്ട് മതി. രഥയാത്ര, ജഗന്നാഥ് പുരി രഥയാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരും 3 രഥങ്ങൾ. അതിൽ 3 എണ്ണത്തിലും ആൾക്കാരുണ്ട്. ആരാണ്? ഒന്നില് ജഗന്നാഥ്, ഒന്നില് ബലദേവ്, ഒന്നില് സുഭദ്ര. ഈ 3 പേരും ഇരുന്ന് അങ്ങനെ രാജകീയമായിട്ട് വരികയാണ്, അല്ലെ? ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷെ ചിലപ്പോൾ അത് 2 ദിവസം പിടിക്കും അവിടം വരെ വരാനായിട്ട്. പകുതി കഴിയുമ്പോൾ ഭഗവാൻ അവിടെ നിൽക്കും, കാരണം ഭഗവാന്റെ ഇഷ്ടം അതാണ്. ഇന്നിപ്പോ നേരെ അവിടെ കുണ്ടികയിൽ പോകുന്നില്ല, അല്ലെ? ഞാൻ ഇവിടെ നിന്ന് വിശ്രമിച്ചിട്ടേ പോകുന്നില്ല. ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ രഥം അനങ്ങത്തില്ല, എത്രയൊക്കെ വിചാരിച്ചാലും അനങ്ങത്തില്ല. എന്തുമാത്രം കാര്യങ്ങളാണ്, സത്യങ്ങളാണ് ഉള്ളതെന്ന് അറിയാം. അതായത് നമ്മുടെ എന്താണ് ജഗന്നാഥ് പുരിയിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. ആ കൊടി, ഏറ്റവും മുകളിലുള്ള കൊടി കാറ്റിന് എതിർവശത്താണ് പോകുന്നത്, കാറ്റിന്റെ വഴി കൂടെ അല്ലാതെ പോകുന്നത്, അതിന് ഇഷ്ടമുള്ളിടത്താണ് അത് കറങ്ങുന്നത്.
അല്ലേ? അവിടുത്തെ അടുപ്പുകൾ, അങ്ങനെ പല അത്ഭുതങ്ങളുണ്ട്. ആ അടുപ്പുകളിൽ 7 കലങ്ങളാണ് ഒരുമിച്ച് അവർ വെക്കുന്നത്, മുകളിലോട്ട് മുകളിലോട്ട് മുകളിൽ. എന്നിട്ട് അവർ വിറകെ ഉപയോഗിക്കുള്ളൂ, ഗ്യാസും ഇങ്ങനെയുള്ള ഇൻഡക്ഷൻ കുക്കറൊന്നും അവർ ഉപയോഗിക്കത്തില്ല. ഭഗവാൻ അതിലൊന്നും കുക്ക് ചെയ്ത് കൊടുക്കത്തില്ല, അല്ലേ? ഭഗവാന്റെ ആരോഗ്യം നോക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായി? ഗ്യാസിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ആരോഗ്യ ക്ഷയം വരികയാണ്, ക്ഷതം വരികയാണ്, നമ്മളത് അറിയുന്നില്ല. നമുക്കത് എളുപ്പം, അതുകൊണ്ട് നമ്മളത് വളരെ എളുപ്പത്തിൽ, അല്ലേ, നമ്മളത് ചെയ്യും. പണ്ടൊക്കെയുള്ള ആൾക്കാര് ഈ വിറകൊക്കെ വെച്ച് ഊതി ഊതിയാണ് നമ്മൾ കത്തിച്ച് നമ്മൾ എന്താണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെയാണ് ഇപ്പോഴും ഈ ജഗന്നാഥപുരിയില് ഭഗവാന് വേണ്ടിയുള്ള അതിങ്ങനെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് അടുപ്പുകൾ. കാരണം അവിടെ റെസ്റ്റ് ഇല്ല. ഭഗവാൻ ഭയങ്കര ഭക്ഷണപ്രിയനാണ്. പ്രത്യേകിച്ച് ജഗന്നാഥ് ഭഗവാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ, എപ്പോഴും ഭയങ്കര വിശപ്പാണ്, എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കലങ്ങളായിട്ടാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 7 കലങ്ങളിൽ വെച്ചാല് അടിയിൽ അടുപ്പ് കത്തിച്ചാല്, പലർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. ഏറ്റവും മുകളിലുള്ള കലത്തിലുള്ളതാണ് ആദ്യം വേവുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, അടിയിലല്ലേ കത്തിച്ചിരിക്കണം, അതല്ലേ ആദ്യം വേവുണ്ട്. അതാണ് അവിടുത്തെ അത്ഭുതം എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലത്തെ കലത്തിലുള്ള കാര്യമാണ് ആദ്യം വേവുന്നത്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ കലം വേവും. അതാണ് അവിടുത്തെ അത്ഭുതങ്ങൾ. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഞാനിപ്പോ ഒന്നും എല്ലാം കൂടെ പറയുന്നില്ല. അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ഡിസ്കസ് ചെയ്യാം. പലർക്കും അറിയുന്ന കാര്യമാണ്, അല്ലേ? അപ്പോ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു? ഇതെല്ലാം നമുക്ക് കിട്ടിയത് ആരിലൂടെയാണ്? പ്രഭുപാദരിലൂടെ. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും മണിപ്പത്തരായി, 6:30, അപ്പോഴും കിടന്നുറങ്ങുമായിരുന്നു, അല്ലേ? ഏച്ചിട്ട് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. കാരണം നമുക്ക് ഏച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല. ഇത് ആരും പറഞ്ഞു തരാൻ നമുക്ക് ആരുമില്ല, അല്ലേ? നമുക്ക് കേരളീയർക്ക് പ്രത്യേകിച്ച്, ഞാൻ ആരെയും കുറ്റം പറയാനല്ല, മലയാളികൾക്ക്, അല്ലെ, ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ എണീറ്റ് പോയി ഭഗവാനെ തൊഴണം, കുറിയിടണം, ഒരു വെടി വെക്കണം, തീർന്നു. അതാണ് ഭക്തി, ഇല്ലേ? അവിടെ പോയി ഭഗവാനെ നിനക്ക് സുഖമാണോ, എന്തെങ്കിലും രാവിലെ കിട്ടിയോ എന്ന് പോലും ചോദിക്കത്തില്ല. അവിടെ ചെന്നിട്ട് നമ്മുടെ പട്ടിക അങ്ങോട്ട് കൊടുക്കും, അല്ലേ? എനിക്ക് ഇത്രയും കാര്യങ്ങൾ സാധിക്കണം, റെഡിയാക്കി തരണം, ഞാൻ ഇപ്പൊ പോകണമെന്നോ, ഒരു വെടി വെച്ചിരുന്നോ, ഭക്തി തീർന്നു. ഇതാണ് നമ്മുടെ ഭക്തി. നമ്മൾ കൃഷ്ണാപുരത്തിൽ വന്നപ്പോഴല്ലേ നമ്മൾ യഥാർത്ഥ ഭക്തി എന്താണെന്ന് മനസ്സിലായത്. യഥാർത്ഥമായിട്ട് നമുക്ക് ഭഗവാനെ ആരാധിക്കാൻ പറ്റുള്ളൂ. പണ്ട് നമ്മള് എന്താണ്, ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരാണ്, അനന്തപത്മനാഭന്റെ ഭക്തന്മാരാണ്, പത്മനാഭ സ്വാമിയുടെ ഭക്തന്മാരാണ്. പക്ഷെ നമ്മള് ഇപ്പോഴല്ലേ ആ ഒരു ക്ലോസ്നെസ് വന്നുള്ളൂ, ഒരു അടുപ്പം വന്നുള്ളൂ. അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ ദൂരെ മാറി നിന്ന് തൊഴുത്തുള്ളൂ, അല്ലേ? ഇങ്ങനെ വളരെ വളരെ ഭൗതികതയോട് തൊഴുതിട്ട് നമസ്കരിക്കാനും നമുക്കറിയില്ല, നമസ്കരിക്കാനൊന്നും പറ്റത്തില്ല. അവിടെയൊക്കെ കംപ്ലീറ്റ് ചള്ളയാണ്, അല്ലെ, അഴുക്കാണ്. അതുകൊണ്ട് അത് എന്റെ ഉടുപ്പിലൊക്കെ പറ്റും, നല്ല ഉടുപ്പാണ്, അല്ലെ, അതിൽ അഴുക്കൊന്നും പറ്റാൻ പറ്റില്ല. ഞാൻ ആരാണെന്ന് അറിയാം, ഞാൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ ചീഫ് എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ്, അല്ലെ, എന്നുള്ള അഹങ്കാരത്തിലാണ് നമ്മൾ ഭഗവാന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കണേ, അല്ലെ? ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കും. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ അവിടെ ഇരിക്കുന്ന ആരാണ്, നമ്മൾ ആരാണ്. അല്ലെ? അവരുടെയൊക്കെ ഫ്രണ്ടിൽ പോയി നിൽക്കാനുള്ള യോഗ്യത പോലും നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ വളരെയധികം താഴ്ന്ന് വണങ്ങി വേണം നിൽക്കാൻ. നമസ്കരിക്കണം, ചെന്ന് ഉടനെ ദണ്ഡവാൻ നമസ്കാരം ചെയ്യണം, അല്ലെ? മാതാജിമാര് പഞ്ചാംഗ നമസ്കാരം ചെയ്യണം, മാതാജിമാര് ദണ്ഡവാൻ നമസ്കാരം ചെയ്യാൻ പാടില്ല, പഞ്ചാംഗ നമസ്കാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലായി? ഈ പറയുന്നതൊക്കെ നമുക്ക് എവിടെ നിന്ന് പഠിച്ചു? ഇതെല്ലാം പ്രഭുപാദ് നമുക്ക് പഠിപ്പിച്ചു തന്നു, നമ്മുടെ ആചാര്യന്മാര് പഠിപ്പിച്ചു തന്നു. ആ പ്രഭുപാദ് പറയുന്നതല്ലാതെ ആചാര്യന്മാർ നമുക്ക് വേറൊന്നും പറഞ്ഞു തരും, എല്ലാം അതുവഴിയാണ്. അതാണ് എന്താണ് ശൃംഖല, അല്ലെങ്കിൽ എന്താണ് ആ ഒരു എന്താ പറയാ, എന്തോ ആയിക്കോട്ടെ, ആ ഒരു എന്താ പറയാ, നമ്മള് ശിഷ്യ പരമ്പര, അല്ലെ? ആ പരമ്പരയിലുള്ളതാണ്, പരമ്പരയിൽ വരുന്ന ആൾക്കാരാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്താണോ ഏറ്റവും മുകളില് മാവിൽ നിന്നുള്ള മാങ്ങ പറിച്ചത്, അത് അതുപോലെ താഴെ എത്തുന്നു. എങ്ങനെ? ഈ ഓരോ ശാഖയിൽ നിൽക്കുന്ന ആൾക്കാരിലൂടെ, അല്ലെ? ഈ ഈ ഈ ശിഷ്യ പരമ്പരയിലൂടെ ഇങ്ങനെ കൊടുത്ത് 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 കൊടുത്താണ് അത് താഴെ വരുന്നത്. അപ്പൊ അത് അതുപോലെ ആസിറ്റീസ് യഥാരൂപം നമുക്കത് കിട്ടണം. അതിൽ അവരാരും വെള്ളം ചേർക്കുന്നില്ല, ഉപ്പ് ചേർക്കുന്നില്ല, അല്ലെ? ഒന്നും ചേർക്കുന്നില്ല, എരിവൊന്നും ചേർക്കുന്നു. അത് അതുപോലെ ഭഗവാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് അതുപോലെയാണ് നമുക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദിസ് ഗുരു പരമ്പര. ഈ ഗുരു പരമ്പര ഉള്ളതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഒന്നും അവിടെ എഴുതി ചേർക്കുന്നില്ല, അതിന് ആഡ് ചെയ്യുന്നില്ല. എല്ലാം അവർ പറയുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, തത്ത പറയുന്നത്, അല്ലെ? ഓ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം. ഭഗവാൻ എപ്പോഴും എപ്പോഴും പറയുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറയുന്നത്? നിങ്ങളൊക്കെ ബുദ്ധിയില്ലാത്തവരാണ്, അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത്. മാം ഏകം, അല്ലെ? എന്നെ മാത്രം ശരണം ചെയ്യുക. വേറെ ആരെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും നമ്മുടെ പുറകെ വെച്ച്, കാരണം എന്റെ പുറകിലാണ് അവരെല്ലാവരും നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ ഭജിക്കുമ്പോൾ ബാക്കി എല്ലാവരും സന്തുഷ്ടരാണ്. നമ്മൾ അതിൽ അസൂയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൽ എന്താണ്, ഒരു സങ്കോചം വേണ്ട, ഒരു 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 സംശയം വേണ്ട. സംശയം കൃഷ്ണ എന്നാണ്.
അല്ലേ? നീ തീർച്ചയായിട്ടും എന്റെ നാമത്തിലേക്ക് വരും. ഭഗവാൻ പറയുന്നുണ്ട്. അത് ആരോട് ആർക്ക് വേണ്ടിയാ പറഞ്ഞത്? നമുക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രഭുപാദ് പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയിട്ട് 16 റൗണ്ട് നമ്മൾ ജപിക്കുക. സത്സംഗത്തിൽ കൂടുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സത്സംഗത്തിൽ വന്നില്ലെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പ് വരും. നമുക്ക് ഈ ഭക്തി എന്നുള്ള കണക്ഷൻ വിട്ടുപോകും നമ്മൾ സത്സംഗത്തിൽ വന്നില്ലെങ്കിൽ. പലരെയും നമുക്ക് അല്ലെ സഹിക്കാൻ പറ്റില്ല, എന്നാൽ പോലും നമ്മൾ വരണം. എന്തിനാണ്? നമുക്ക് വേറെ ആരെയും കാണാൻ വേണ്ടിയല്ല, പിന്നെ നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടി, ഭഗവാന്റെ ധാമത്തിൽ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അതിൽ ഒരു കുറവും വരുത്തരുത്. അല്ലേ? ഏകാദശി വ്രതങ്ങൾ എടുക്കാം. പിന്നെ എന്ത് ചെയ്യണം? പ്രസാദം, മഹാപ്രസാദം കഴിക്കുക. അല്ലെ? ഭഗവാന്റെ പ്രസാദം നിയമിച്ചത് മാത്രം കഴിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ള ശുദ്ധീകരണ പ്രക്രിയ നടക്കാനുള്ള കാര്യങ്ങൾ. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ശുദ്ധീകരണം നടക്കരുത്. ഇതൊക്കെ ശുദ്ധീകരണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭഗവത്ഗീത തന്നെ വായിച്ച് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവും. അല്ലേ? എങ്കിലേ നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. മനസ്സിലായി? അവിടെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതിന്റെ പ്രാക്ടീസാണ് ഇവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ചെന്ന് അന്തം വിട്ട് നിൽക്കും. ഞാൻ എന്തോ ചെയ്യും, അല്ലേ? അവിടെ ചെന്നാൽ ഇങ്ങനെ ഒരു അന്യനെ നിൽക്കുന്ന പോലെ നിൽക്കേണ്ടി വരും. നേരെ മറിച്ച് നമ്മൾ ഇവിടെ നല്ല സേവയൊക്കെ ചെയ്ത് നിന്ന് കഴിഞ്ഞാല് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മൾ അതൊക്കെ ചെയ്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ ദൂരെ മാറി നിൽക്കണം. എത്തൂല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മാറി നിൽക്കേണ്ടി വരും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? അതിന്റെ പ്രാക്ടീസാണ് നമ്മൾ ഇവിടെ ഇപ്പൊ ചെയ്തത്. എന്താണ്? ഗോലോകത്തിൽ ചെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയൂര സേവനം ചെയ്യണം. ഭക്തി മാത്രമല്ല, ഭക്തിയൂര സേവനം ചെയ്യണം. അങ്ങനെയാണ് എപ്പോഴും പ്രഭുപാദൻ പറയുന്നത്. എന്തിനാണ്? നമ്മളൊക്കെ ഇങ്ങനെ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു തന്നിട്ട് നമ്മൾ അതുപോലെ അനുസരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഭക്തിയൂര സേവനം. ഭക്തി എന്ന് ഒരിക്കലും അദ്ദേഹം ഒറ്റയ്ക്ക് പറയത്തില്ല. ഭക്തിയൂര സേവനം എന്ന് പറയും. കാരണം സേവനത്തിൽ സേവോന്മുഖേ അല്ലേ എന്നാണ് പറയുന്നത്. ആ സേവനത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഭക്തി കിട്ടുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സേവനം ചെയ്യാൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ? അതിനുള്ള അവസരമുണ്ടോ? നമ്മളിപ്പോ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് അമ്പലത്തിൽ പോയിട്ട് അവിടെ കുറെ പാത്രങ്ങൾ ഇരിക്കും. എന്നാ പിന്നെ കഴുകി കൊടുക്കാന്ന് പറഞ്ഞ് കഴുവാൻ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു മാതാജി ഉണ്ട്. മാതാജി ഓടിച്ചിട്ടടിക്കും നമ്മള്. ആഹാ, അവർ സമ്മതിക്കത്തില്ല. എന്റെ ജോലി കളയാൻ വേണ്ടി വന്നിരിക്കുവാണ്, നിങ്ങൾ എവിടുന്ന് വന്നെന്ന് ചോദിക്കുമോ? എന്റെ വയറ്റിപ്പഴപ്പ് ഇല്ലാതാക്കുമോ? നിങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശമ്പളം കിട്ടുന്നവര് അവർ എന്നെ പുറത്ത് കളഞ്ഞിട്ട് നിങ്ങളെടുത്ത് എല്ലാ ദിവസവും വരാൻ പറയില്ല. അതുകൊണ്ട് നമ്മൾ ആരും തൊടിയിപ്പിക്കില്ല. അപ്പൊ നമുക്ക് വേറൊരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സേവ ചെയ്യാനുള്ള അവസരമില്ല. എവിടെ മാത്രമേ സേവ ചെയ്യാനുള്ള അവസരമുള്ളൂ? നമ്മുടെ ഇസ്കോൺ ടെമ്പിളിൽ മാത്രമേ സേവ ചെയ്യാനുള്ളൂ. നമ്മുടെ ഈ സത്സംഗങ്ങളിൽ മാത്രമേ സേവ ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടുള്ളൂ. അല്ലെ? നാമഘട്ടങ്ങളിൽ മാത്രമേ നമുക്ക് സേവ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതാണ് പ്രഭുപാദ് നമുക്ക് തന്നത്. അത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടും. അല്ലെ? എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് തന്നു. ഭഗവാൻ നമുക്കുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പ്രഭുപാദ് നമുക്കുള്ള അവസരങ്ങളും തന്നിട്ടുണ്ട്. നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ എന്ത് ചെയ്യണം? ഇനി അങ്ങോട്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഭഗവാൻ അതിനുള്ള ഒരു വഴി തരും. തീർച്ചയായിട്ടും തരും. മനസ്സിലായി? അപ്പോ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആ വഴി പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ഭഗവാന്റെ ധാമത്തിൽ എത്താനുള്ള വഴി വേണം. നമ്മൾ എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. സദാ ഹരിയായിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ എങ്ങനെ ഭഗവാനെ ഏറ്റവും കൂടുതൽ സേവ ചെയ്യാൻ പറ്റും, അല്ലെ? എങ്ങനെ ഭഗവാനെ നന്നായിട്ട് സന്തോഷിപ്പിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് തിരിച്ച് ഗോലോക വൃന്ദാവനത്തിൽ എത്താൻ പറ്റും എന്ന് വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ. അതാണ് ശ്രേയ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ 2 വാക്കുകളാണ്, അല്ലെ? ശ്രേയ ആൻഡ് പ്രേയ. നമുക്ക് ശ്രേയാണ് വേണ്ടത്, പ്രേയ അല്ല. പ്രേയ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് വേണ്ട, അല്ലെ? ഇത്രയും കാലം നമ്മൾ പ്രേയർ പുറകെ പോയി, അല്ലെ? ഇനി നമുക്ക് ശ്രേയർ പുറകെ പോവാം. മനസ്സിലല്ലേ? ശ്രേയാണ് നമുക്ക് ആവശ്യം. ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്താൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി, ദണ്ഡവത് പ്രണാം.